ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനമാണ്. ഇന്ന് കേരളം അതിദരിദ്ര വിമുക്തമാകുന്ന തരത്തിൽ മുക്തമാണ് എന്ന് പറയപ്പെടുന്നൊരു പ്രഖ്യാപനം ഇന്ന് മുഖ്യമന്ത്രി നടത്താൻ പോവുകയാണ്. ഇത്തരത്തിലൊരു പ്രഖ്യാപനമൊക്കെ നടത്തട്ടെ, ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തുടങ്ങാം. അതായത് പാലക്കാട് ജില്ലയിൽ കൊടുമ്പിൽ CPM ഭരിക്കുന്ന പഞ്ചായത്ത്, അതായത് തിരുവാലത്തൂർ 13-ാം വാർഡിൽ, ആ 13-ാം വാർഡ് മുല്ലേരിയിൽ ഒരു കുടുംബമുണ്ട്, രാജനും കുടുംബവും. ആ കുടുംബം ദുരിതം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും വെളിച്ചത്ത് വരാമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അന്തം കമ്മികൾ ചിലപ്പോൾ ട്രോളുകളിടാം, അല്ലെങ്കിൽ ഇതുപോലെ കമൻറ്റുകളിടാം. ഒരാളെക്കുറിച്ച് പറഞ്ഞിട്ടാണോ നിങ്ങളിങ്ങനെ അതിദാരിദ്ര്യമില്ല എന്ന് പറയുന്നത്? ഇതുപോലത്തെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ തിങ്ങിപ്പാർക്കുന്ന കേരളത്തിലാണ് അതിദരിദ്ര വിമുക്ത കേരളം എന്നുള്ള പ്രഖ്യാപനം നടത്താൻ പോകുന്നത്. ഈ തട്ടിപ്പ് എന്തിനു വേണ്ടിയാണ്? ഇത് മൂന്നാമത്തെ ഒരു ടേൺ കൂടി ഈ കിട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഈ അവസാന നിമിഷങ്ങളിലെ ഗിമ്മിക്കുകളാണ്. ക്ഷേമ പെൻഷനായാലും കേരളം അതിദാരിദ്ര്യമുക്തമായി എന്നൊക്കെ പറയുമ്പോൾ സാധാരണ വോട്ടർമാർക്ക്, സാധാരണക്കാർ ഇതെല്ലാം സത്യമാണെന്ന് അങ്ങ് വിശ്വസിക്കും. എന്ന് മാത്രമല്ല, ഇത് നിയമസഭയിലൊക്കെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ എല്ലാ വാർത്താമാധ്യമങ്ങളിലും, ദൃശ്യമാധ്യമങ്ങളിലും, പത്രമാധ്യമങ്ങളിലുമൊക്കെ അത് മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപനമോ സർക്കാരിൻ്റെ ഒരു തീരുമാനമോ ആയിട്ട് വരുമ്പോൾ ബഹുഭൂരിപക്ഷം പേർക്കും അത് വിശ്വസിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കും മുന്നണിക്കും വരുന്ന ഏറ്റവും വലിയ വിഷയം, എന്തു പറഞ്ഞാലും ആരും ഒന്നും വിശ്വസിക്കാത്ത, ഇല്ല പണ്ട് പുലി വരുന്നേന്ന് 2 തവണ കള്ളം പറഞ്ഞ് 3ാമത് സത്യം പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കാത്തതുപോലെ 2 ഗവൺമെൻറ്റുകളും മത്സരിച്ച് 2 തവണയും 600-ഉം 500-ഉം പ്രകടനപത്രിക വാഗ്ദാനങ്ങളൊക്കെ നൽകി. അതിലേതൊക്കെ വാഗ്ദാനങ്ങൾ ഇപ്പോൾ ചർച്ചകളിൽ വരുമ്പോൾ അന്തം കമ്മികളും അല്ലാത്തവരും സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരുമൊക്കെ 600-ൽ 600 വാഗ്ദാനങ്ങൾ ഞങ്ങൾ പാലിച്ചു എന്നൊക്കെ പറയും. പക്ഷെ ഈ വാഗ്ദാനങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കള്ളി വെളിച്ചത്ത് വരും. ഇപ്പം 1ാം പിണറായി സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ 1ാമത്തെ വാഗ്ദാനം പ്രതിവർഷം 2.5 ലക്ഷം പേർക്ക് വെച്ച് ജോലി കൊടുക്കുമെന്നാണ്. എവിടെ നടന്നു? എങ്ങും നടന്നിട്ടില്ല. എല്ലാവർക്കും ഫോൺ കൊടുക്കുമെന്നാണ്. പിന്നെ അതുപോലെ ആയിരുന്നു, എല്ലാവരും വിശ്വസിച്ച ഒരു സംഗതിയായിരുന്നു കേരയിൽ വരും കേട്ടോ. കേരയിൽ എങ്ങോട്ട് പോയി? അപ്പം പ്രഖ്യാപിക്കാം, കുറേ നാളത്തേക്ക് ആളുകളെ കബളിപ്പിക്കാം. കുറേ നാളുകൾ കഴിയുമ്പോൾ ഇതെല്ലാം ആളുകൾ ബോധ്യപ്പെടും. ഇവിടെ ഇപ്പോൾ അതിദാരിദ്ര്യരേ ഇല്ല. അത് ഞങ്ങളുടെ ഈ 10 വർഷത്തെ പ്രവർത്തന ഫലമായിട്ടായിരിക്കും എന്നാണല്ലോ പറയാൻ പോകുന്നത്. 1ാം EMS സർക്കാരിനെ കുറിച്ച് പോലും, അച്യുതാനന്ദൻ സർക്കാരിനെയോ 3 തവണ മുഖ്യമന്ത്രിയായ നായനാരെ കുറിച്ചോ ഒന്നും ഒരു പരാമർശം അവിടെ വരില്ല. പിണറായിയുടെ 2ാം സർക്കാർ വന്നപ്പോൾ ഇവിടെ കേരളം മുഴുവൻ ഒരൊറ്റ അതിദരിദ്രരുമില്ല എന്ന നിലയിൽ ഞങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു എന്നായിരിക്കും വ്യാഖ്യാനിക്കാനും സ്ഥിരീകരിക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത? ഇവിടെ ഓരോ ദിവസവും റേഷൻ അരിയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഉച്ചഭക്ഷണമോ മരുന്നോ ഓരോ ദിവസവും കിട്ടിയാൽ അന്നന്നത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലുള്ള ഒരാളിനെ അതിദാരിദ്ര്യ പട്ടികയ്ക്ക് മുകളിൽ വന്നു എന്ന് എങ്ങനെ പറയാൻ കഴിയും? ആ ആളിന് സ്വന്തമായി ഒരു ദിവസം ജീവിക്കേണ്ടുന്ന ഒരു മിനിമം വേതനമെങ്കിലും മറ്റൊരാളിനെ ആശ്രയിക്കാതെ സ്വന്തം നിലയിൽ കിട്ടുമ്പോഴല്ലേ അയാൾ സ്വയം പര്യാപ്തമാകുന്നുള്ളൂ. ആരെങ്കിലും കടം കൊടുത്ത് പോകുന്നതിനെ അതിദരിദ്രർ ഇതിൽ നിന്നും മുക്തമായി എന്നൊക്കെ പറയാൻ പറ്റുമോ? നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ചില ചെറുപ്പക്കാർ വിവാഹം കഴിക്കും, സ്വന്തമായി ജോലിയും കൂലിയും വരുമാനവും ഒന്നും കാണില്ല. അച്ഛൻ്റെ പെൻഷനോ നല്ല വരുമാനവും ഒക്കെ കാണും. ഈ അച്ഛൻ കൊടുത്തിട്ടായിരിക്കും ഈ മോനും ഭാര്യയും കൂടെ ജീവിക്കുന്നത്. അവൻ സ്വയം പര്യാപ്തമാണോ? ഈ അച്ഛൻ നാളെ മരിച്ചാൽ ഇവൻ്റെ കാര്യം പോക്കാം. അതുപോലെ ഈ അതിദരിദ്രർക്ക് ഇപ്പോൾ പാചകം ചെയ്തതും അല്ലാത്തതുമായ ആഹാരം കൊടുക്കുന്നുണ്ട്, ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ അത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ അംഗീകാരമല്ല. 2002-ൽ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ആശ്രയ എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഇത്തരത്തിൽ ഉള്ളവരെ സ്വയം പര്യാപ്തമാക്കാനായിട്ട് കൊണ്ടുവന്നിരുന്നു. അതിനെ പേര് മാറ്റി ഈ ഗവൺമെൻറ് അഗതിരഹിത കേരളം
അപ്പം ഈ ഗവൺമെൻറ്റിൻ്റെ നമ്മൾ ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും അത് നമ്മൾ പറയുമ്പോൾ അന്തംകമ്മികളും ഈ പാണന്മാരും നാരദന്മാരും ഒക്കെ അങ്ങനെയൊന്നും അല്ല എന്ന് പറയും. പക്ഷേ യാഥാർത്ഥ്യം അത് തന്നെയാണ്. ഇപ്പം നമ്മൾ മെഡിക്കൽ കോളേജിലോ സർക്കാർ ആശുപത്രികളിലോ ഒക്കെ ചെന്നാൽ ആർദ്രം എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ആർദ്രം എന്താ? മൻമോഹൻ സിംഗ് മുമ്പ് കൊണ്ടുവന്ന നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, അതിൻ്റെ പേര് മാറ്റിയതാ. ഈ ലൈഫ്, ഇപ്പം ഇടതുപക്ഷവും കമ്മികളും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലൈഫ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. ലൈഫ് എന്ന് പറഞ്ഞ പരിപാടിയില്ല. പക്ഷേ അന്ന് ഇന്ദിര ആവാസ് യോജനയുണ്ട്, RAY, രാജീവ് ആവാസ് യോജനയുണ്ട്. പിന്നെ മത്സ്യത്തൊഴിലാളികൾക്ക്, ആദിവാസികൾക്ക്, തീരദേശത്ത് ഉള്ളവർക്ക്, അങ്ങനെ ഓരോ വിഭാഗങ്ങൾക്കും 2011 മുതൽ 16 വരെ ഉമ്മൻചാണ്ടി സർക്കാർ 5 കൊല്ലം കൊണ്ട് 4,37,000 വീടുകൾ പൂർത്തിയാക്കി നൽകിയിട്ടുണ്ടെന്ന് നിയമസഭയിൽ ഈ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാർ രേഖാമൂലം മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പദ്ധതികളെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ലൈഫ്, ആ ലൈഫിൻ്റെ പൂർണ്ണ രൂപം പോലും ഈ അന്തംകമ്മികൾക്ക് അറിയില്ല. അത് അങ്ങനെയാണ് അതിൻ്റെ പേരെന്നാണ്. ലൈവ്ലിഹുഡ്, ഇൻക്ലൂഷൻ, ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് എന്ന് 4 ഇംഗ്ലീഷ് അക്ഷരങ്ങളെ എടുത്താണ് ഈ ലൈഫ് എന്ന് വെച്ച് പറയുന്നത്. എന്നിട്ട് ഇവർ തന്നെ ഇപ്പോൾ പറയുന്നത് എന്താ? ഞങ്ങളുടെ ഈ 2 ഗവൺമെൻറ്റും കൂടെ 4,10,000 പേർക്ക് എങ്ങാണ്ട് വീട് കൊടുത്തെന്ന്. പക്ഷെ ഇവിടെ വിഷയം UDF ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി പ്രത്യേകിച്ച്, അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇത്രയും വീട് കൊടുത്തെങ്കിലും ഒരു വീടും പാല് കാച്ചാൻ പോയില്ല. ഇവിടെ കുറേ വീടുകൾ കൊടുക്കും, ആ വീടുകളെല്ലാം കൂടെ വെക്കാൻ ചിലവായ രൂപ എടുത്ത് പബ്ലിസിറ്റി കൊടുത്ത് ഫ്ലക്സ് വെച്ചിട്ട് പബ്ലിസിറ്റി വാങ്ങും. അപ്പം ആളുകൾ വിലയിരുത്തുന്നത് എപ്പോഴും പബ്ലിസിറ്റി വെച്ചിട്ടാണ്, അല്ല സ്വന്തം നിലയിലൊന്നും കണ്ടെത്തിയിട്ടില്ല. അക്കാര്യത്തിൽ UDF ഗവൺമെൻറ് പമ്പര പരാജയമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കും പബ്ലിസിറ്റിയുടെ കാര്യത്തിൽ. പക്ഷേ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുത്തത് അവിടെയാണ്. ഇപ്പം ഈ ദിവസവും മരുന്ന് വാങ്ങാനൊക്കെയുള്ള പദ്ധതികളൊക്കെ ഉണ്ടെന്ന് പറയുന്നല്ലോ. കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു ഫണ്ടും ഒരു സ്കീമും കേരളത്തിൻ്റെ എന്നല്ല, ഇന്ത്യയിലെ എന്നല്ല, ലോകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിട്ടുണ്ട്. അതിന് പണം കണ്ടെത്താൻ വേണ്ടി കാരുണ്യ ലോട്ടറി എന്ന് പറഞ്ഞ ഒരു വെച്ചിട്ട് അതിലെ മുഴുവൻ പണവും അതിനു വേണ്ടി വിനിയോഗിച്ചതാണ്. അപ്പം അതിദരിദ്രരെയൊക്കെ ഇല്ലാതാക്കുന്നത് നല്ല കാര്യമാണ്. അവിടെയും നമ്മൾക്ക് പറയുവാനുള്ളത്, ഇതൊക്കെ ചെയ്താൽ അത് ആ രീതിയിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് ജനങ്ങൾ സ്വയം ഇങ്ങോട്ട് പറയുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അതിന് പബ്ലിസിറ്റി കൊടുത്ത് ഇന്നിപ്പോൾ എന്തൊക്കെയാണ് പ്രത്യേക നിയമസഭ അവധി ദിവസങ്ങളിൽ നിയമസഭ ചേരരുത് എന്ന് വരെ കൃത്യമായി ചട്ടങ്ങളുണ്ട്. പക്ഷേ ഇത് 1-ാം തീയതി തന്നെ പ്രഖ്യാപിക്കാൻ വേണ്ടി അവധി ദിവസത്തിൽ പോലും നിയമസഭ വിളിച്ചു കൂട്ടിയാണ്. ഇനി വൈകിട്ട് ഗതാഗത നിയന്ത്രണമാണ്. അപ്പം ഈ ഗതാഗത നിയന്ത്രണമൊക്കെ വരുമ്പോൾ ഇതെന്താണെന്ന് കുറേ പേര് അതിനു വേണ്ടിയിട്ടല്ല, വേറൊന്നിനുമല്ല, ആഗോള സംഗമത്തിനെ പോലെ ആൾ കൂടത്തില്ല. പക്ഷേ ഇന്ന് വൈകിട്ട് റോഡിൽ ഇറങ്ങരുത്, അതിൽ സർവ്വപത്രങ്ങളിലും ഇന്ന് രാവിലെ ഉണ്ട്. അപ്പോൾ എല്ലാവരും എടുത്തു വെച്ചൊന്ന് വായിക്കും. എന്താ സംഭവം? ഇത് പ്രഖ്യാപിക്കും, പബ്ലിസിറ്റിയായി. അങ്ങനെ നല്ല PR വർക്ക് ചെയ്യാനുള്ള എല്ലാ പത്രങ്ങളിലും ഫുൾ പേജ് കൊടുത്തിട്ടുണ്ടല്ലോ. ഫുൾ പേജ് കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയകളിലും ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം ബ്രേക്കിംഗ് ന്യൂസ് പോലെ കൊടുക്കുകയാണ്. പിന്നെ നമ്മളുടെ ഇത് വിജയിപ്പിക്കാൻ വേണ്ടി ഇവരോട് ആഭിമുഖ്യമുള്ള നമ്മളുടെ പോലീസ് ഉദ്യോഗസ്ഥർ കൃത്രിമമായി കുറേ ബ്ലോക്കുകളും കൂടെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഒരു ചർച്ചയാണ്. ഈ രീതിയിൽ ആ ഒരു പുകമുറയും ബാഹ്യമായ ചില പരിപാടികളുമൊക്കെ ചെയ്ത് ഈ നേട്ടമെടുക്കുന്നു എന്നുള്ളതല്ലാതെ സത്യസന്ധമായോ ആത്മാർത്ഥമായോ കേരളത്തിൽ ഒരാൾ പോലും പട്ടിണി കിടക്കരുത് എന്നുള്ളത്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയട്ടോ, തലസ്ഥാന നഗരിയിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് 3 കുട്ടികൾ മണ്ണ് വാരി തിന്നു എന്ന് പറഞ്ഞൊരു വാർത്ത ഓർമ്മയുണ്ടോ ശ്രീ? ഉണ്ട്. അത് പറഞ്ഞതിന് അന്നത്തെ SP ദീപക്, പഴയ SFIയുടെ തീപ്പരി, അദ്ദേഹത്തിന് ശിശുക്ഷേമ സമിതിയുടെ CWC എന്ന് പുറത്താക്കി അല്ലേ? പിന്നീട് ആ കൈതമുക്കിലെ ഒരു ഷീറ്റ് വലിച്ചു കെട്ടിയ അതിൻ്റെ കീഴിലാണ്. അത് തലസ്ഥാന നഗരിയിലാണ്. അത്തരത്തിലുള്ള നീല ടാർപാളിൻ വലിച്ചു കെട്ടിയ ആയിരക്കണക്കിന് വീടുകൾ ഇപ്പോഴും നമ്മൾക്ക് കണ്ടെത്താൻ കഴിയും. എന്നിട്ടാണ് അതിദാരിദ്ര്യ മുക്ത കേരളം പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഈ 5 ലക്ഷത്തിലധികം വരുന്ന അതിദാരിദ്ര്യം ഉണ്ടായിരുന്നതാണ് കണക്ക്. ഇപ്പോൾ പറയുന്നത് കണ്ടെത്തപ്പെട്ടിട്ടുള്ളത് 64,006 പേരാണ് ഇത്തരത്തിൽ
കണ്ടെത്തിയിരിക്കുന്നത്. ഇവർ മാത്രമാണ്. ഇവരെ കൂടി അതിദാരിദ്ര്യ മേഖലയിൽ നിന്ന് മാറ്റിയെടുത്തിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതോടുകൂടിയാണ് അതിദാരിദ്ര്യ മുക്ത കേരളമായിരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ഞാൻ ആദ്യം സൂചിപ്പിച്ച രാജനും അടക്കമൊക്കെ ഈ പറയുന്ന പാലക്കാടുള്ള, പക്ഷെ പാലക്കാടും അട്ടപ്പാടിയിലും മറ്റു മേഖലകളിലൊക്കെ ഒന്ന് കടന്നുപോയി നോക്കൂ. വനവാസികൾ, ശിശുരോഗ മരണങ്ങൾ, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, അതിദാരിദ്ര്യം, ഉണ്ണാൻ ഉടുക്കാനില്ലാതെ കഴിയുന്ന നിരവധി നിരപരാധികളായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ, ഈ പറയുന്ന പോലെ പൊട്ടന്മാരാണോ നമ്മുടെ ജനങ്ങൾ? അല്ല, ജനങ്ങൾ പൊട്ടന്മാരല്ല. ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ പറ്റുമോ എന്ന് അതിബുദ്ധിമാന്മാരായ ചിലർ കേരളത്തിലെ ആളുകളെ പൊട്ടന്മാരാണെന്ന നിലയിൽ ഇതൊക്കെ വിശ്വസിച്ച് കൈയടിച്ചാൽ അവർ പൊട്ടന്മാരല്ലെങ്കിൽ പോലും ഫലത്തിൽ പൊട്ടന്മാരില്ലേ. അപ്പം അങ്ങനെ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ കുറേയൊക്കെ വിജയിക്കും, അല്ലാതെ ഈ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചില കാര്യങ്ങൾ ഇതിനകത്ത് ഇവരിപ്പോൾ അതിദാരിദ്ര്യ മുക്ത കേരളമാക്കി കഴിഞ്ഞാലുള്ള പ്രത്യേകതയും പ്രയോജനവും എന്താണ്? ആ പ്രയോജനം ഇല്ലയെന്ന് മാത്രമല്ല, കിട്ടിക്കൊണ്ടിരിക്കുന്ന പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടും. ഇപ്പം AAY അന്ത്യോദയ അന്ന യോജന ഏറ്റവും അതിദാരിദ്ര്യരായവർക്ക് കൊടുക്കുന്ന മഞ്ഞക്കാർഡാണ്. അപ്പം ഇനിയിപ്പം അതായത് പൈസ ഇല്ലാതെ കൊടുക്കുന്ന, അതെ, 35 കിലോ. ഇപ്പം ഈ 35 കിലോ അരി ഞങ്ങൾ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ 2013 ഭക്ഷ്യസുരക്ഷ പദ്ധതി, അന്ന് KV തോമസ് കോൺഗ്രസിന്റെ കേന്ദ്രമന്ത്രി ഇരിക്കുന്ന സമയത്ത് മൻമോഹൻ സിംഗ് ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. അതും 2ാം UPA അല്ല, 1ാം UPA ആണെങ്കിൽ ഞമ്മക്കും അതിനകത്ത് പങ്കുണ്ടെന്ന് CPM-ന് അവകാശപ്പെടാമായിരുന്നു. രണ്ടാമത്തേന് ഒന്നുമില്ലല്ലോ. അപ്പോൾ ആ ഭക്ഷ്യഭദ്രത, ഭക്ഷ്യസുരക്ഷ 2 നിയമങ്ങളുണ്ട് 2013. ആ സമയത്താണ് ഈ 35 കിലോ അരി അല്ലെങ്കിൽ അരിയും ഗോതമ്പും കൂടിയൊക്കെ. അത് കേരളത്തെ കണ്ടുകൊണ്ടുമല്ല, വടക്കേ ഇന്ത്യയിലെ അവസ്ഥ കണ്ടുകൊണ്ടാണ്. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തെ അതിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും അവിടെ ഈ 35 കിലോ ഒന്നും യഥാർത്ഥത്തിൽ കൊടുക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ 35 കിലോ ചിലപ്പോൾ വേണ്ടി വരില്ല, എങ്കിലും അത് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ ആദ്യം ഓർമ്മിക്കേണ്ടതും ഫ്ലെക്സ് വെക്കേണ്ടതും മൻമോഹൻ സിംഗിൻ്റെ അല്ലേ, അദ്ദേഹത്തിൻ്റെ പദ്ധതിയല്ലേ അത്. മാസത്തിൽ ഒരിക്കൽ റേഷൻ. ആയിക്കോട്ടെ, അതൊക്കെ ശരിയാണ്. പക്ഷെ താങ്കൾ പറഞ്ഞ ഇതിനൊരു കാര്യം, ഈ മഞ്ഞക്കാർഡുള്ളവർക്ക് അവസാനം ഈ ആനുകൂല്യം ലഭിക്കാതെ വരുമ്പോൾ പണം കൊടുത്ത് റേഷൻ വാങ്ങിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം വരും. അവരും ഈ പിന്നെ ഈ അതിദരിദ്രരില്ലാതെ വരുമ്പം പിന്നെ ഈ 2-3 നിറത്തിലുള്ള കാർഡിന് പ്രസക്തിയില്ല. എല്ലാവരും തുല്യരായി. ഇപ്പം കമ്മ്യൂണിസത്തിൽ ഒരു ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കുക എന്നുള്ളതിന് 2 രീതിയിൽ പറ്റും. ഇല്ലാത്തവന് കൊടുത്ത് ഉള്ളവനാക്കാം, ഉള്ളവന് പിടിച്ചെടുത്തും ഇല്ലാതാക്കിയും ആക്കാം. 2 രീതിയിൽ, ഏത് രീതിയിലുമാക്കാം. ഇവിടെ ഈ പാവപ്പെട്ടവന് ഇവിടെ പിന്നെ അതിദരിദ്രരില്ല, എല്ലാവരും തുല്യരാണെന്ന് വരുത്താൻ വേണ്ടി അവർക്കൊരു പദവി കൊടുക്കുകയാണ്. ഈ പദവി കൊടുക്കുന്നതോടെ പദവിയെ കാണും, ഇവൻ പട്ടിണിയാവും. പിന്നെ ഇപ്പം ഇന്ന് ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം തൊട്ട് അല്ലെങ്കിൽ ഈ മാസം തൊട്ട് വേണമെങ്കിൽ അതിന് അലോട്ട് ചെയ്യുന്ന അരി തരാതിരിക്കാം. അങ്ങനെ തരാതിരിക്കുമ്പോൾ കേന്ദ്രം ഞെരുക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് പോകാം. ഇല്ല, അതാണ് പറഞ്ഞത്, അത്രയും ഗുരുതരമായിട്ടുള്ളൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന കാഴ്ചയല്ലേ ഉണ്ടാകുന്നത്. കാരണം കേന്ദ്രം നൽകുന്ന റേഷൻ അരി ഉണ്ടല്ലോ, ആ അരിയും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട്, കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടുന്നുണ്ട്. കേന്ദ്രം അറിയുകയാണ് അതിദരിദ്ര മേഖലയായി, അല്ല അതിദാരിദ്ര്യ മുക്തമായിട്ട് കേരളം മാറിക്കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ പൈസ കൊടുത്ത് റേഷൻ അരി വാങ്ങിച്ചാൽ മതി. അതെ. അപ്പോൾ ഈ പാവപ്പെട്ടവർ ഇപ്പോൾ ഫ്രീ ആയിട്ട് റേഷൻ വാങ്ങിക്കുന്നവരടക്കം ഇനി പണം കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുന്നൊരു ഗതികളിലേക്ക് ഈ അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപനം ഉണ്ടാക്കും. അതായത് അവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗജന്യങ്ങളെല്ലാം ഇല്ലാതാകും. പകരം ഒരു പദവി കിട്ടും. ഏതാ, ഞങ്ങളും ഉയർന്ന ഇതായിട്ട്, ഞങ്ങളും മറ്റുള്ളവരെ പോലെയായി എന്ന്. എല്ലാ മേഖലയിലും ആനുകൂല്യങ്ങൾ അവർക്ക് ഇല്ലാതാവില്ലേ? ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ മേഖലയും മഞ്ഞക്കാർഡ് ഉപയോഗിച്ച് നേടിയെടുക്കുന്ന ആനുകൂല്യങ്ങളുണ്ട്. അത് ആരോഗ്യ മേഖലയിൽ ലഭിക്കുന്നുണ്ട്, തൊഴിൽ മേഖലയിൽ ലഭിക്കുന്നുണ്ട്, ഈ പറയുന്ന ഭക്ഷ്യമേഖലയിൽ ലഭിക്കുന്നുണ്ട്. ഇതുപോലുള്ള എല്ലാ ആനുകൂല്യങ്ങളും കട്ട് ചെയ്യും. അപ്പോൾ അത്തരത്തിലൊരു അതിബുദ്ധി കാണിക്കുന്നതാണോ എല്ലാ മേഖലയിലും? ഈ പാവപ്പെട്ടവരെ ആരോഗ്യ മേഖലയിലാണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ഈ ഭക്ഷ്യമേഖലയിലാണെങ്കിലും ഏത് മേഖലയിലും ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ കട്ട് ചെയ്യുക, എന്നിട്ട് അവരെങ്ങനെയെങ്കിലും ജീവിക്കുക, അല്ലെങ്കിൽ അവരെങ്ങനെയെങ്കിലും പഠിക്കുക, അവരെങ്ങനെയെങ്കിലും മരുന്ന് വാങ്ങുക, അവരെങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കുക എന്ന് പറയപ്പെടുന്ന തരത്തിലേക്കല്ലേ അത് എത്തിക്കുക. അതായത് ഈ പറഞ്ഞതുപോലെ ഒരേ സമയം അവരെ സഹായിക്കുകയാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ഫലത്തിൽ അവരെ ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. ഇപ്പം ഈ മഞ്ഞ കാർഡ്
നമ്മൾ മെഡിക്കൽ കോളേജിൽ ചെന്നാൽ BPL ആണെങ്കിൽ പലതും സൗജന്യമാണ്, റേറ്റ് കുറവാണ്. അതിദരിദ്രരല്ലാതാകുമ്പോൾ അവരുടെ കാർഡിൻ്റെ നിറമെന്ന് മാറുക. ഇതിപ്പോൾ ഏതുപോലെയാണെന്ന് പറഞ്ഞാൽ ഈ PM ശ്രീയിൽ ചേർന്നാൽ സിലബസ് വേണ്ട, മറ്റേ പണം മതി എന്ന് പറയുന്നത് പോലെ അതിദരിദ്രരായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കും, പക്ഷേ 35 കിലോ അരി കേന്ദ്രം തരണം. ഇതെങ്ങനെ നടക്കും? ഒരേ സമയം ഇത് രണ്ടും കൂടി നടക്കില്ലല്ലോ. ആ അർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഏറ്റവും അവസാനത്തെ നിമിഷം കൊണ്ടുവന്ന് കാണിക്കുന്ന ഈ ചില പരിപാടികളുണ്ടല്ലോ, ആ പരിപാടികളിൽ ഏറ്റവും വഞ്ചനാപരമായ പരിപാടിയാണ്. വീട് കിട്ടണമെങ്കിൽ പോലും, ലൈഫ് മിഷന് കിട്ടണമെങ്കിൽ പോലും ഈ കാർഡ് വിഷയമാണ്. അല്ല, ഞാൻ ആദ്യം പറഞ്ഞ പാലക്കാട്ടുള്ള രാജൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം വെച്ചാൽ അവർ 4 വർഷമായിട്ടൊരു വീടിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ട് പോലും ഇതുവരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് 10,000 വരുന്ന ആൾക്കാരുള്ള സ്ഥലത്താണ് ഈ അതിദാരിദ്ര്യത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അതിന് നമ്മൾ അതിദാരിദ്ര്യമുക്തമായി കേരളം എന്ന് പറഞ്ഞുള്ള പ്രഖ്യാപനം നടത്തുന്നത്. ഈ പ്രഖ്യാപനം നടത്തുകയും ഈ പറഞ്ഞ പോലെ ആനുകൂല്യങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ ജനങ്ങൾ തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞ വോട്ടിന് വേണ്ടിയിട്ട് ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് ഇത് പ്രയോഗിക്കുന്നു. പക്ഷേ വോട്ടിന് വേണ്ടിയിട്ട് ചെയ്തതിന് ശേഷം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഈ ഇലക്ഷനൊക്കെ കഴിയുമ്പോഴെങ്കിലും ജനങ്ങൾ തിരിച്ചറിയുമല്ലോ. റേഷൻ വാങ്ങിക്കാൻ പോകുമ്പം സൗജന്യമായിട്ട് സാധനം കിട്ടില്ല, ഹോസ്പിറ്റലിൽ പോകുമ്പം സൗജന്യമായിട്ട് മരുന്ന് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ശുശ്രൂഷ ലഭിക്കുന്നില്ല, അവിടെ ചികിത്സ ലഭിക്കുന്നില്ല എന്നുള്ള സാഹചര്യം വരില്ലോ. വിദ്യാഭ്യാസത്തിൽ അങ്ങനെ കുഴപ്പങ്ങൾ വരും. അപ്പോൾ തിരിച്ചറിയാൻ ഇനി താമസിക്കും എന്നുള്ളതാണല്ലേ? അല്ല, ഇപ്പം അത് കേന്ദ്രത്തിനെയും കൂടെ ആശ്രയിച്ചിരിക്കും. അതായത് കേന്ദ്രം ഇപ്പോൾ ഈ അതിദരിദ്രരില്ല എന്ന് പറയുമ്പോൾ ഇല്ല, കാർഡ് പിന്നെയും നിലനിർത്തി കൊടുത്താൽ പെട്ടെന്നറിയില്ല. നിർത്തി കഴിഞ്ഞാൽ റേഷൻ കടയുടെ മുമ്പിൽ പ്രശ്നമാകും. കാരണം ഇവർ പഴയ മഞ്ഞ കാർഡും കൊണ്ടുവരും. അപ്പം പറയും മഞ്ഞ കാർഡ് നിർത്തി. അതെന്താ കാര്യം? ഇവിടെ അതിദരിദ്രർ ഇല്ല എന്നുള്ള നിലയിൽ വരുമ്പോഴത്തേക്ക് ഇത് റിസൾട്ട് ഉടൻ അറിഞ്ഞു തുടങ്ങും. ഈ അതിദരിദ്രരില്ല എന്ന പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അതിൻ്റെ സൈഡ് എഫക്റ്റ്, എല്ലാത്തിനും സൈഡ് എഫക്റ്റും കൂടി ചിലപ്പോൾ ഉണ്ടാകുമല്ലോ. ആ സൈഡ് എഫക്റ്റ് ഉടൻ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ പ്രഖ്യാപിക്കപ്പെട്ട് ഞങ്ങൾ അതിദരിദ്രരല്ല എന്നുള്ള നിലയിലായി എന്ന് പറയുന്നവർ ഞങ്ങളെ അതിദരിദ്രരാക്കി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെയ്യും. ഈ ചില മുതലാളിമാരെ പാപ്പരായി പ്രഖ്യാപിക്കണേ എന്ന് പറയുന്നത് പോലെ ഇവർ ഞങ്ങളെ വീണ്ടും പഴയ അതിദരിദ്രരായി പ്രഖ്യാപിച്ച് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നിരന്തര സമരം ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ വിദഗ്ധരുമായ ധാരാളം പേർ ഒന്നിച്ച് കത്തെഴുതി ഇത് തട്ടിപ്പാണ്, ഇങ്ങനെ പ്രഖ്യാപിച്ച് അവരുടെ ഉള്ള കഞ്ഞിയിൽ പാറ്റായിടരുതെന്നുള്ള അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ വരെ വന്നില്ലേ. അതിൻ്റെ ഏറ്റവും നല്ല സൂചനയാണ്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.